ഒരു 3-4 ക്രാഫ്റ്റ് ഒക്കെ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്റെ ഡെസ്കിന്റെ പരിസരത്തിന്റെയൊക്കെ മിക്കപ്പോഴും ഉള്ള അവസ്ഥ ഇതാണ്. ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട, നമുക്ക് ഇന്ന് പരിഹാരം ഉണ്ടാക്കാം. ഇത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് അയച്ചു പണിയലാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. കഴിഞ്ഞ മാസം ഞാനൊരു എക്സ്ട്രീം ഡെസ്ക് മേക്ക് ഓവർ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു 3-4 വട്ടമെങ്കിലും എന്റെ ഡെസ്കും ചെയറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ ഇട്ടിട്ടും എനിക്കൊരു കംഫർട്ട്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായില്ല. അത്യാവശ്യം നല്ലപോലെ സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിൽ തന്നെ ടേബിൾ വെച്ചേക്കുന്നത്. പലതവണ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ടായിരുന്നെങ്കിലും പെഗ് ബോർഡിൽ ഞാൻ കൈവച്ചിട്ടുണ്ടായിരുന്നില്ലേ. കാരണം വേറെ ഒന്നുമല്ല, പെഗ് ബോർഡ് ഫിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ടാസ്ക് പിടിച്ച ഒരു ഏർപ്പാടാണ്. ഇതിപ്പോ ഞാനൊരു ടോട്ടൽ 3 ദിവസം എടുത്തിട്ടാണ് ഇതൊന്ന് കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തത്. ഞാൻ എക്സ്ട്രാ ഒരു 3-4 പെഗ് ബോർഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ആക്സസറീസ് വാങ്ങിയിട്ടുണ്ടായില്ല, ഈ പെഗ് ബോർഡ് മാത്രമായിട്ട് വാങ്ങാൻ കിട്ടും. ടേബിളിൽ ഇങ്ങനെ പെഗ് ബോർഡ് വെച്ചേക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മൊത്തത്തിലുള്ള അയച്ചുപണി എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ചുമ്മാ കമന്റ് ചെയ്യുന്നേ. എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഈ ഒരു സെറ്റപ്പ് ഉടനെ തന്നെ മാറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കാണ് ഇങ്ങനെ ഇടക്കിടക്ക് അറേഞ്ച്മെന്റ്സ് മാറ്റുന്ന ഒരു അസുഖം ഉണ്ടല്ലോ. അപ്പൊ അടുത്ത തവണ മാറ്റുമ്പോഴേക്കും നിങ്ങളുടെ സജഷൻസും കൂടെ കൺസിഡർ ചെയ്യാമല്ലോ. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ.